സ്പെഷ്യൽ കുക്കിങ്ങിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ശ്രീലങ്കൻ സ്പെഷ്യൽ ഡിഷ് ചെയ്ത് നോക്കാം. റൈസ് ആണ് ചെയ്യുന്നത്. കിരിബാത്ത് എന്നാണ് പേര്. അതിൻ്റെ കിരിബാത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ബസ്മതി റൈസും കോക്കനട്ട് മിൽക്കും, തേങ്ങാപ്പാൽ, ഫ്രഷ് തേങ്ങയുടെ പാലും, ഈ 2 ഐറ്റംസ് മാത്രം മതി ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് എന്താ പറയുക, 1 കപ്പ് ബസ്മതി റൈസിന് 1/2 കപ്പ് മാത്രമേ തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് 1 കപ്പ് വരെയും തേങ്ങാപ്പാൽ എടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ ഏറ്റവും മാച്ച് ആവുന്ന നോൺ വെജ് ആണ് കേട്ടോ. അതായത് മത്തിക്കറി, സൂപ്പറാണ് ഇതിൻ്റെ കൂടെ. മത്തിക്കറി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മീൻ കറി, നല്ല എരിവുള്ളതാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. പിന്നെ അല്ലെങ്കിൽ നമ്മുടെ ബീഫ്, മട്ടൺ, ചിക്കൻ എല്ലാം സൂപ്പറാണ് ഇതിൻ്റെ കൂടെ. അതെങ്ങനെ ചെയ്യുന്നത് നോക്കിയിട്ട് വരാം. സിമ്പിളാണ്, വളരെ സിമ്പിളാട്ടോ. വീഡിയോ കണ്ടിട്ട് വരാം. നമ്മുടെ സ്പെഷ്യൽ ബാത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, കിരി ബാത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് ബസ്മതി റൈസ്. ഇത് ബസ്മതി റൈസ് എടുക്കുമ്പോൾ കുറച്ച് പശയുള്ള റൈസ് എടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. പിന്നെ 1/2 കപ്പ് തേങ്ങാപ്പാൽ. ഈ 2 ഐറ്റം മാത്രം മതി നമുക്ക് റൈസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് ചെയ്തെടുക്കാം. 1 കപ്പ് അരിക്ക് 2.5 കപ്പ് വെള്ളം നമുക്കിപ്പോൾ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം തിളച്ച് തുടങ്ങി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ചോറിന് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇടുന്നതിന് മുന്നേ നമുക്ക് ഈ വെള്ളത്തിൻ്റെ ഉപ്പൊന്ന് നോക്കാം. വെയിറ്റ് ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല കുക്കറിന്. അപ്പം നമുക്കിതിങ്ങനെ തന്നെ സിമ്മിൽ തീ കുറച്ചിട്ട് വേവിച്ചെടുക്കാം. നമുക്കിത് വെന്തോന്ന് നോക്കാം. കുറച്ചും കൂടി വെള്ളം വറ്റാനുണ്ട്. കുറച്ചുണ്ടോ, ലോങ് ഗ്രെയിൻസ് ചെയ്ത് നന്നായിട്ടിത് കുഴഞ്ഞു വരുന്നുണ്ട്. അത്യാവശ്യം കുറച്ച് പശയുള്ള അരി എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നമുക്കിത് ഉദ്ദേശിച്ച രീതിയിൽ കിട്ടും. ഇപ്പോൾ കണ്ടോ, ഇതിങ്ങനെ കുറച്ച് നനവുണ്ട്, അതിനകത്ത് കുറച്ച് അടിയിൽ കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 മിനിറ്റും കൂടി മൂടി വെച്ചതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം. ഇപ്പം നമുക്കിത് തുറന്ന് നോക്കാം. റെഡി ആയിട്ടുണ്ടാവും. വെള്ളമൊക്കെ വറ്റി ചോറൊക്കെ നന്നായിട്ട് കുഴഞ്ഞു. ഇനി ഇത് ഓഫ് ചെയ്യാം. ഇനി നമുക്കിങ്ങനെ ഒരു ട്രേ എടുത്ത് വെച്ചിട്ട് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ആയിരിക്കും നല്ലത്. നമ്മൾ തേങ്ങാപ്പാൽ ഇതിൻ്റെ അകത്ത് ഒഴിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് ഇതിന് മാച്ച് ചെയ്യുന്ന ഒരു ടേസ്റ്റ് വെളിച്ചെണ്ണയുടെ തന്നെ ആയിരിക്കും. നന്നായിട്ട് ഇതൊന്ന് താഴത്തേക്ക് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ, എന്നാലേ ഇതൊന്ന് സെറ്റ് ആവുള്ളൂ. ഇതൊന്ന് തണുക്കണം, നന്നായിട്ട് തണുക്കണം. ശരിക്കും കൂളായതിന് ശേഷം വേറൊരു പാത്രത്തേക്ക് കമത്തിയിട്ട് നമുക്കിത് മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബാത്ത് റെഡി ആയിട്ടോ. ഇനി ഇത് നല്ലോണം തണുക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ബാത്ത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിൽ കൂടി ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് പെട്ടെന്നൊന്ന് ഇളകി വരാൻ വേണ്ടിയിട്ട്
ഇങ്ങനെ ആക്കി കൊടുക്കണം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. വാവ്, സൂപ്പർ. ഇത് കട്ട് ചെയ്യാം. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്യാം. കണ്ടോ, ഇതാണ് നമ്മുടെ കിരിബാത്ത്. ഇങ്ങനെയുള്ള റെഡി ആയപ്പോൾ പ്ലേറ്റൊക്കെ ആയിട്ട് അതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ നോക്കാം. കറി ഒഴിച്ചു തരാവേ. യെസ്, കറി ഒഴിക്കട്ടെ അതിൻ്റെ അകത്തേക്ക്. ആരെ ഇങ്ങനെ ഇഷ്ടമുള്ള കറിയാണ്. പിന്നെ ഇത് ഫിഷ് കറി. അങ്ങനെ നമ്മുടെ കിരിബാത്തും ഫിഷ് കറിയും റെഡിയായി. എങ്ങനെയുണ്ട്? അത് കറിയുടെയാണ്. എങ്ങനെയുണ്ട് നമ്മുടെ കിരിബാത്ത്? കൊള്ളാം. കഴിച്ചോ? ഫിഷ് കറിയും കൂട്ടി ഇങ്ങനെ നമ്മുടെ കിരിബാത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എരിയുന്നുണ്ടോ? വെള്ളം തരാം. അത്ര എരിവൊന്നും ഇല്ല അതിന്. കാശ്മീരി മുളക് പൊടി ഇട്ടേക്കാം. അത്ര എരിവൊന്നുമില്ല. കേക്ക്